ഹായ് നമസ്കാരം. ആദ്യത്തേത് സിസേറിയൻ സെക്ഷനാണ്. രണ്ടാമത്തത് നോർമൽ ഡെലിവറി ആവാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഉണ്ട്. എന്നാൽ എല്ലാവർക്കും ഇത് സാധിക്കില്ല. ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ സിസേറിയൻ കഴിഞ്ഞ് ഏകദേശം 3 വർഷത്തിന് ശേഷം രണ്ടാമത്തെ പ്രഗ്നൻസി ആവുന്നവർക്കും ഈ പ്രഗ്നൻസിയിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള പ്രമേഹം, രക്തസമ്മർദ്ദം ഇതൊന്നുമില്ല. കുഞ്ഞൊരു ആവറേജ് സൈസ് ബേബിയാണ്. മറുവിൻ്റെ പൊസിഷൻ നോർമലാണ്. മറു താഴെയൊന്നുമല്ല. അതേപോലെ കുഞ്ഞിന് വളർച്ചക്കുറവ്, വെള്ളക്കുറവ് ഇങ്ങനെയുള്ള യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറിക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനെ നമ്മൾ വെജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ എന്നാണ് പറയുന്നത്. എന്നാൽ എല്ലായിടത്തും എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കുന്നതല്ല. നമുക്കൊരു ടെർഷറി കെയർ സെൻറ്ററിൽ, അതായത് എമർജൻസി CS ഏത് സമയത്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത്, 24 hours അനസ്തെറ്റിസ്റ്റിൻ്റെ ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത്, അതുപോലെ ബ്ലഡ് ബാങ്ക് ഫെസിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് മോണിറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഡെലിവറിക്ക് വെക്കാവുന്നതാണ്. ഈ നോർമൽ ഡെലിവറിക്ക് രണ്ടാമത്തെ സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം വെക്കുമ്പോൾ ഏറ്റവും ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻസ് നമ്മൾ എല്ലാവരും പേടിക്കുന്നതെന്ന് പറയുന്നത് ആദ്യത്തെ സിസേറിയൻ കഴിഞ്ഞതിൻ്റെ മുറിവുള്ള ഒരു സ്കാറ് യൂട്രസിൽ ഉണ്ടാകും. ഈ സ്കാറിന് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ലല്ലോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാനായി കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യും. ബ്ലീഡിങ് അങ്ങനെയുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധയോടെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് തീർച്ചയായും രണ്ടാമത്തത് ഡെലിവറിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. താങ്ക് യു. Stay healthy. Follow for more.